ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി, ചിക്കൻ ഡ്രൈൻ ആൻഡ് ഗീ റൈസ്, പപ്പടം, മുട്ട, അതൊക്കെ നമ്മൾ സൈഡ് ഡിഷായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ റെസിപ്പീസ് എങ്ങനെയാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒന്നും അറിയാം, നിങ്ങൾ ഇഷ്ടമാണ് അതൊക്കെ. 1 ടേബിൾ സ്പൂണൊക്കെ ഇടാം. നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ഇടാൻ പോണത്. അത് നിങ്ങൾക്ക് ഒരിഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇങ്ങനെ ഒന്ന് തന്നെ ഇടണം അങ്ങനെയൊന്നുമില്ല, നിങ്ങളനുസരിച്ച് ഇടണം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഉണ്ടല്ലേ, അതാണ് നമ്മൾ നമ്മുടെ മുളക് പൊടി, അതിട്ട് കൊടുക്കാം. എല്ലാം ഈ മസാലയിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കഴിച്ചു, വലിയ ഒരിത് വരുള്ളൂ. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിടണം ഗൈസ്, നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല, കാരണം ഈ മുട്ട ഇട്ടുകൊണ്ട് വെള്ളം മുട്ടയിലെ മിക്സായി വരും. എന്നുവെച്ചാൽ വെള്ളത്തിന് പകരം മുട്ട മിക്സ് ചെയ്ത് വെള്ളം പോലെ അരമണിക്കൂർ ഇതിനെ അടച്ചു വയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം അതിൽ എണ്ണയും ഗീയും ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് കാഷ്നട്ട്, കിസ്മിസ് ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ വരെ അതിനകത്തിട്ട് ഇങ്ങനെ വശട്ടി കൊടുക്കണം. അപ്പോൾ ഗൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളിപ്പോൾ ബ്രൗണിഷ് കളറിലായി നമ്മളതിപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. നിങ്ങളിഷ്ടത്തിന് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് സ്പൈസസ് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ സ്പൈസസ് ഒന്നുമല്ല, കുറച്ച് ഇതിനനുസരിച്ച്. എനിക്ക് നമ്മൾ 4 ചെറിയ ഉള്ളി അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4 ചെറിയ ഉള്ളി, അതിന് കൊണ്ടുവന്നാന്ന് പറഞ്ഞ് ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി വലിയ ഉള്ളി. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്യാസ് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത ആ ഒരു ചിക്കൻ അത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഫ്രൈ അല്ല ഗൈസ്, ഇതിപ്പോൾ ഡ്രാഗൺ ചിക്കനാണ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇത് പകുതി വെന്താൽ മതി. പിന്നെ നമ്മൾ സോസൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ മുഴുവൻ വേവും. നമ്മളിപ്പോൾ വലിയ ഉള്ളി, ചെറിയ ഉള്ളി എന്നാണ് വായിൽ വരണം. വലിയ ഉള്ളി നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട്. അത്ര ബ്രൗണിഷ്, ലൈറ്റ് ബ്രൗണിഷ് വന്നാൽ മതി. അടുത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വലിയ ഉള്ളി നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 4 പച്ചമുളക്, അതിന് നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വരണം. ഈ ക്യാരറ്റിനും ഈ ചില്ലിയും നന്നായിട്ട് ഒരു മിക്സിലായിട്ട് വരുമ്പോൾ ആ നെയ്യിൻ്റെ കൂടെ നന്നായിട്ടൊരു മണം വരണം, ആ മിക്സായിട്ട് വരണം. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. നമ്മളിപ്പോൾ ഈ റൈസിന് യൂസ് ചെയ്യാൻ പോകുന്ന റൈസിൻ്റെ പേരാണ് കൈമ റൈസ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴും ആ നെയ്യിൻ്റെ മണം വരുന്നുണ്ട് ഗൈസ്, നല്ല മണം. അപ്പുറത്തെ സൈഡ് നമ്മൾ ചിക്കൻ കിടന്ന് നന്നായിട്ട് വേവി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അര വേവ് മതി, കാരണം നമ്മൾ ആ സോസ് അതൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ മുഴുവനായിട്ട് അത് വെന്തോളും. ടേസ്റ്റ് എന്നിക്കരുത്, ഇങ്ങനെ പകുതി വെന്ത പോലെ ഇരിക്കും നമ്മൾ ടേസ്റ്റ് ചേർക്കാൻ. അതിന് ശേഷം നമ്മൾ ഈ ക്യാരറ്റ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചില്ല, അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുക. കൈമ റൈസ് അരിയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞുള്ളത്. അപ്പം ഞാൻ ഇടാമല്ലോ ഗൈസ്. ഇത് കുറച്ച് നേരം കോരാൻ വെക്കണം ഗൈസ്, എന്നിട്ട് ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ കഴിവണമെന്ന് ഇടാൻ പാടില്ല, കുറച്ച് നേരം കോരാൻ വെക്കണം, എന്നിട്ടാണ് ഇടേണ്ടത് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഗൈസ്. കാരണം എനിക്കങ്ങനെ കറിയൊന്നും വയ്ക്കാൻ അറിഞ്ഞൂടാ. അമ്മ പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചോറ് നന്നായിട്ട് മിക്സായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇളം ചൂടുവെള്ളമല്ല, ചൂടുവെള്ളം.
നല്ലൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു സാധാ വെള്ളം പോലെ ഇരിക്കുന്നതാണ്. അതിന് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു ദമ്മിലൊക്കെ ഇട്ടില്ലേ, അങ്ങനെ തിളച്ചങ്ങനെ വരുമ്പോൾ നമ്മൾ ഗീ റൈസ് റെഡിയാകും ഗൈസ്. നമ്മളിവിടെ ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ പീസ് ഒരു കുഞ്ഞ ബോൺലെസ് പീസാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് കടയിൽ കേട്ടാൽ കിട്ടും ബോൺലെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കൈമ റൈസിൽ അരിയിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഗൈസ്. ചൂടുവെള്ളം ഗൈസ്, നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ്. ഇത് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചില്ല, ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പറയണത്. ചൂടുവെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് സോൾട്ട് ഉണ്ടോ സോൾട്ട് ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇനി ഇടേണ്ടത്. അങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഗൈസ്. നമ്മളിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ് ഗൈസ്. ഒഴിച്ചു. ഇപ്പോൾ കാണാൻ അങ്ങനെ ഇരിക്കും കാണാൻ, പക്ഷെ അങ്ങനെയല്ല. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സോൾട്ട് ഉണ്ടെങ്കിൽ സോൾട്ട് ഇട്ട് കൊടുക്കാം. കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് നോക്കി ഇട്ട് കൊടുക്കുക. നമുക്ക് സോൾട്ട് കുറച്ച് കുറവുണ്ടായിരുന്നു, മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ നീരുണ്ടല്ലേ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. അതുകൊണ്ട് എല്ലാ മസാല ഇങ്ങനെ ഒരു വെള്ളം പോലെ കിടക്കും. പക്ഷേ ഇത് കുക്കായിട്ട് വരുമ്പോൾ ബിരിയാണി ആവും. ബിരിയാണി അല്ല, ഗീ റൈസ് ആവും. നമ്മളെ ചിക്കൻ ഇവിടെ നമ്മൾ പൊരിഞ്ഞ ചിക്കൻ സെർവ് ചെയ്യാൻ പോവാണ്. കേട്ടോ, നമ്മൾ റെഡി ആയിട്ട്. ഇവിടെ ഞാൻ ഉപ്പ് നമ്മൾ കുറഞ്ഞതാണ്, അതൊന്ന് ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച്. ഇതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം ഗൈസ്. ഒരു നാരങ്ങയുടെ പാകത്തിനാണ് നമ്മൾ ഒഴിക്കാൻ പോണത്. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ അടച്ച് വയ്ക്കണം. ഒരു 15-20 അല്ല 30 ആ ഒരു മിനിറ്റ്, എനിക്കറിയില്ല. നമ്മൾ എന്താ പൊരിച്ച് വെച്ച ചിക്കൻ കണ്ടാൽ നിങ്ങൾ ചെറിയ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. അല്ല ഗൈസ്, പകുതി കഴിഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേറെ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്ത സ്റ്റെപ്പാണിത്. ഹൈ പുകയായിട്ട് വരുന്ന നമ്മുടെ ബിരിയാണി. നമ്മളിപ്പോൾ അത് കണ്ടിട്ടില്ല, നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചത്. പക്ഷെ ഞാൻ ഇത് താഴെ വെച്ചപ്പോൾ തന്നെ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, ഞാൻ കാണിച്ചില്ല. കാരണം നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒന്ന് പുകയായിട്ട് വരുന്നുണ്ട്, ഭയങ്കര പുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. എല്ലാം പടപടേ ഷടപടേ അങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങനെ പോകുന്നു ഗൈസ്. നമ്മൾ അടുപ്പത്തേക്ക് വെച്ച ചട്ടി ചൂടാവും, നന്നായിട്ട് ചൂടാവണം. ഇപ്പോൾ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. അടുപ്പത്തേക്ക് വെച്ച ശേഷം നമുക്ക് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പെരുജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുജീരകം ഇട്ട് കൊടുക്കാം. പെരുജീരകം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മിക്സായിട്ട് എന്താ പറയുക, ആ ഒരു എണ്ണയായിട്ട് പെരുജീരകം മിക്സ് ആയ ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കട്ടെ. നമ്മൾ പെരുജീരകം ഇട്ട് കൊടുത്തത് ജീരകമല്ല, പെരുംജീരകമാണ്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ജീരകമോ പെരുംജീരകം രണ്ടും ഇട്ട് കൊടുക്കാം, നിങ്ങളത് ഇഷ്ടമാണ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ച ശേഷം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ വലിയ ഉള്ളി നന്നായിട്ട് ഒരു 4-5 വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്ത് നമ്മൾ ചിക്കൻ കിടന്ന് വേവുന്നു ഗൈസ്. ഇപ്പം അത് നമ്മൾ മിക്സ് ആയിരിക്കും. അപ്പം അതിലേക്ക് നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒരു എണ്ണയായിട്ട് അത് മിക്സ് ആണെങ്കിൽ അത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ 4 ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വശഷ്ടി കൊടുത്തിട്ടുണ്ട്.
അമ്മ അപ്പുറത്തും കാര്യം വരുന്നത് ഇപ്പുറത്തും വരെ എല്ലാം ഒന്നായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് വേറെ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ വെളുത്തുള്ളി, അതായത് കുഞ്ഞിനാന്ന് പറഞ്ഞ ആ ഒരു വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രൗണിഷ് കളറിൽ വരണം ഈ ഒരു വെളുത്തുള്ളി. ഡ്രാഗൺ ചിക്കനാണ്. ആ ഒരു നേരത്ത് നമ്മളെ ഉള്ളി ഉണ്ട്, അത് ബ്രൗണിഷ് കളറിലായി. അപ്പോൾ നമ്മൾ ആ ഒരു ചട്ടിലേക്ക് നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗണിഷ് കളർ വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ പച്ചമുളക് നീണ്ടുകൊണ്ടരിഞ്ഞ് ആ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത ശേഷം നമ്മൾ കെച്ചപ്പ് ഉണ്ട്, ടൊമാറ്റോ സോസ് അതിട്ട് കൊടുക്കാം. സോയ സോസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കെച്ചപ്പ് വന്ന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും കെച്ചപ്പ് മൈ ഫേവറേറ്റ്. നന്നായിട്ട് ഇറക്കി കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടാണ് ഒരു മിക്സ്, നന്നായിട്ട് മിക്സ് ആവണത്. നമ്മൾ ആ വെളുത്തുള്ളി എന്നിട്ട് ആ ഒരു പച്ചമുളക് സോസിലുണ്ട് നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ അതിട്ട് കൊടുക്കണം ഗൈസ്. അതിന് മുമ്പ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഗൈസ്. മറന്നുപോയി പറയാം. അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ചിക്കൻ അതിട്ട് കൊടുക്കാം ഗൈസ്. നിങ്ങൾക്ക് അഥവാ മറ്റേ ഇതിട്ട് കൊടുക്കുക, എന്താ പറയുക, മറ്റേ ഇത് പേര് പറഞ്ഞു, എന്താ ചില്ലി പൗഡർ. ആ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു എരിപ്പ് ഫീൽ ചെയ്തെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട വിട്ട്. നമുക്ക് ആ എരിപ്പ് വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തു ഗൈസ്. അത് കണ്ടില്ല പിന്നെ അപ്പോൾ നമ്മള് ബിരിയാണി മണമായിരുന്നു. റെഡിയായി വന്നതിന് ശേഷം പപ്പടം പൊരിച്ചു, മുട്ട അരിച്ചു, മുട്ടയെ തോലെടുത്ത് എല്ലാം ചെയ്തു. പക്ഷെ അത് ഞങ്ങൾ കാണിച്ചില്ല, കാരണം ഭയങ്കര ബിസി ആർക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഗൈസ് നമ്മൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ കണ്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.